ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പോണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ജയിലിൽ പോയാ പോരെ മാഡം. ഞാനും വർമ്മ സാറും തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്യുകയില്ല. അല്ല, സാറെന്തോ ടെൻഷനിലാണെന്ന് ശേഖരൻ സാറ് പറഞ്ഞു. ടെൻഷനുണ്ട് രാജു. എല്ലാ അർത്ഥത്തിലും നിനക്ക് നല്ലൊരു ദിവസാ. പക്ഷെ ഒട്ടും സുഖകരമല്ലാത്തൊരു കാര്യം ഇപ്പൊ എനിക്ക് നിന്നെ അറിയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അങ്ങോട്ട് പറയടാ, അവനെ സുഖിപ്പിക്കാതെ. ആ ലാപ്ടോപ്പ് ഇടപാടിൽ നമ്മൾ അതിഭീകരമായിട്ട് ചതിക്കപ്പെട്ടിരിക്കുന്നു. തീരുമാനിച്ച കമ്പനിയായിട്ടല്ല, മറ്റൊരു കമ്പനിയായിട്ടാ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. സാർ എന്താ ഈ പറയുന്നത്? അതെ, ഏകദേശം 10% ലാപ്ടോപ്പുകളെ വിതരണം ചെയ്തിട്ടുള്ളൂ. എങ്കിലും വിതരണം ചെയ്യപ്പെട്ട സിസ്റ്റംസ് എല്ലാം കംപ്ലൈന്റ് ആണ്. യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ച് 2 സ്റ്റുഡൻസിന് പൊള്ളലേറ്റു. ദൈവമേ. സംഗതി സീരിയസാ രാജു. എന്റെ പേരില് അഴിമതി ആരോപണം വരും. ഒരു നയാ പൈസ ഇന്ന് വരെ കൈക്കൂലിയായി കൈപ്പറ്റാത്ത ഞാൻ കള്ളനായി രാഷ്ട്രീയം വിടേണ്ടി വരും. ഒരുപക്ഷെ അറസ്റ്റ് വരെ ഉണ്ടാവും. ഇതെങ്ങനെ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയേ? അതെ, അതാ പ്രധാന കാര്യം. എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് നമ്മൾ അന്വേഷിക്കണം, അത് കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മുടെ കൈവിട്ടു പോകും. ലാപ്ടോപ്പ് ഡീലിംഗ്സിന്റെ ഫയല് നീക്കിയത് ഇവനല്ലേ? ഇവൻ കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലെന്ന് ആര് കണ്ടു? ചേച്ചി പറയട്ടെ, മെയ് അനങ്ങാതെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് വന്നാ ആർക്കെങ്കിലും കഴിക്കോ? മാഡം, ഓ, വിശ്വസ്തനാണ്, സത്യസന്ധനാണെന്നും പറഞ്ഞ് എല്ലാം നീ ഇവനെ ഏൽപ്പിച്ചു. ഒടുവിൽ എന്തു പറയുന്നു? സ്വന്തം മകളെ പോലെ ഇവന് കെട്ടിച്ചു കൊടുത്തു. പാല് കൊടുത്ത കൈക്ക് തന്നെ ഇവൻ തിരിച്ചു കടിച്ചില്ലേ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് സൈക്കിളിടാ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വിളിച്ചു പറയും. നീ എനിക്കെന്റെ ആങ്ങളെയാണെങ്കിലും എനിക്കെന്റെ മകനെ പോലെയാ. നീ ജയിലിലേക്ക് പോവുകയാണെന്ന് കേട്ടപ്പോ എനിക്കെന്റെ ചങ്ക് പൊട്ടുക. കോഴ വാങ്ങിക്കാനല്ലെങ്കിൽ തീരുമാനിച്ച കമ്പനിക്കല്ലാതെ മറ്റൊരു കമ്പനിക്ക് ഇവൻ എന്തിനാ എഗ്രിമെന്റ് എഴുതിയേ? എത്ര കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചെന്ന് പറയണോ? ചേച്ചി, എന്ത് മര്യാദകളും വിളിച്ചു പറയാമെന്ന് കരുതരുത്. രാജു ഒരു പാവമാണെന്ന് കരുതി എന്തോ അവൻ ക്ഷമിക്കുമെന്ന് കരുതരുത്. അല്ലെങ്കിലും ചേച്ചി ഇങ്ങനെയാ. രാജുവിനെ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയാ അത് മാക്സിമം മുതലാക്കും. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഞങ്ങളും അരിയാഹാരം തന്നെ കൂടുതൽ കഴിക്കുന്ന ചേച്ചി. നീയൊന്നേ അത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിക്കണ്ട. എന്റെ ആങ്ങളെയാ കേരളക്കരയ്ക്ക് മുന്നില് ഒരു പെരുങ്കള്ളനാവാൻ പോകുന്നേ. എടാ, എനിക്ക് നോവും, നിനക്കൊന്നും നോവണമെന്നില്ല. തെറ്റ് ചെയ്തവരെയും കട്ടു മോഷ്ടിച്ചവരെയും അവര് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എടാ, എന്റെ ആങ്ങളെ കള്ളനാക്കിയതിന്റെ ഉത്തരവാദി നീയാ. നീ ഒറ്റൊരാള് മാത്രം. ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പോണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ജയിലിൽ പോയാ പോരെ മാഡം.
ഞാനും വർമ്മ സാറും തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്യുകയില്ല. ഈ ഇടപാടിന്റെ പിന്നിലെ വലിയ ചതി നടന്നിട്ടുണ്ട്. അതെവിടെ നിന്നാണെന്നും എങ്ങനെയാണെന്നും ഞാൻ കണ്ടുപിടിക്കും. ഷുറ. പിന്നെ ഈ കാര്യത്തിലല്ല, ഏത് കാര്യത്തിലാണെങ്കിലും വർമ്മ സാറ് ഒരിടത്തും ബലിയേടാവില്ല. അതിനെ ഈ ഞാൻ സമ്മതിക്കുകയില്ല. അത് സാറിന്റെ മകളുടെ ഭർത്താവായതുകൊണ്ടല്ല. സാറിന്റെ ഇടം കൈ ബലം ഞാനാ. ഞാനുള്ളപ്പോ വർമ്മ സാർ ഒരിടത്തും തോൽക്കില്ല. പിന്നെ മാഡം വികാരം കൊള്ളുന്നതേ ഷേക്സ്പിയർ ഡ്രാമയിലെ മാർക്ക് ആന്റണിയുടെ പ്രസംഗം പോലെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കൂടുതൽ വികാരം കൊള്ളണ്ട. ചിലതൊക്കെ പറയാൻ എനിക്കും ഉണ്ടാവും. ഞാൻ കാരണം സാറിന് ഇങ്ങനൊരു അപമാനം നേരിട്ടതിൽ എനിക്ക് സങ്കടമുണ്ട്. ജയിലിൽ പോവേണ്ടി വന്ന ഈ ഞാൻ പോവും. സാറ് വിഷമിക്കണ്ട. ഇന്ന് അവന്റെ പിറന്നാൾ ദിവസമായിരുന്നു. അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോശമായി പോയി. അവൻ എന്നോട് കാണിച്ച ധിക്കാരത്തിന് നിനക്കൊന്നും പറയാനില്ലേ? അളമുട്ടിയ ചേരയും കടിക്കും ചേച്ചി. അവൻ കട്ടുമുടിച്ചതിനെ എന്റെ ആങ്ങളെ നാണം കെട്ട് ജയിലിൽ പോകേണ്ടി വരില്ലേ? ചേച്ചി, രാജു ഏട്ടന്റെ മരുമകനാ ചേച്ചി. ഇത് എത്ര പ്രാവശ്യം പറയണം? അവ അഴിമതി കാണിച്ചെന്ന് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല. അവൻ അശ്രദ്ധ പറ്റിയിട്ടുണ്ടാവും. അതൊന്നും പറയാറായിട്ടില്ല. നീയേ അവനെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോ? ഭൂമി പിളർന്ന് നീ താഴേക്ക് പോകുമ്പോഴേ നിനക്ക് മനസ്സിലാവും സമൂഹത്തിന്റെ മുന്നില് കുറ്റക്കാരനായി നിൽക്കുന്നത് നീയാണെന്ന്. അത് മറക്കണ്ട.